ശരിക്കും ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് എന്താ ഭാവിയായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ റാപ്പർ ആവാനാണോ അതോ ഗെയിമിംഗ് കണ്ടന്റ് തുടരാനാണോ? എന്താ ശരിക്കും എങ്ങോട്ടേക്കാ പോകുന്നതെന്നൊരു ഐഡിയ ഉണ്ടോ ഇപ്പോൾ? കുറച്ച് പ്ലാൻ ഉണ്ട്, പക്ഷെ അത് റിവീൽ ചെയ്യാറായിട്ടില്ലേ? റിവീൽ അത് തന്നെ റിവീൽ ചെയ്യാനായിട്ടില്ല. കുറച്ച് പ്ലാൻ ഉണ്ട്, വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. അത് വർക്കൗട്ട് ആയി കഴിഞ്ഞിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചു. അല്ല, പ്ലാനൊന്നും ആരോടും പറയാൻ പാടില്ല, നമ്മൾ ബുക്ക് വായിച്ചിട്ടുണ്ട്. നന്നായി പഠിക്കുന്ന ആളായിരുന്നു ഈ റാപ്പ്? ഇങ്ങനെ 3-4 ദിവസം എടുത്ത് കട്ടിപ്പടുത്തം പഠിക്കുന്ന പോലത്തെ ഒരാളായിരുന്നു ശരിക്കും? റാപ്പ് പഠിക്കുന്ന പോലെ സ്കൂളിൽ പഠിക്കുന്ന ആളായിരുന്നു? ഒരിക്കലും അല്ലേ. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, പഠിക്കുന്ന കാര്യമൊന്നും നമ്മൾ, അതായത് ബയോളജി ക്ലാസ്സിൽ പെട്ടെന്നിട്ട ടെസ്റ്റിൽ 0 മാർക്ക് മേടിച്ച ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് തന്നെ ബോർഡിൽ കൈ വെച്ചിട്ട് ചന്തി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അതാ ഈ മിക്കപ്പോഴും ഈ കമന്റിൽ വന്നിട്ട് ഇവര് പറയുമല്ലേ, എന്തുവാ പോകൻ ടോപ്പറാണ്, അങ്ങനെയാണ്, തേങ്ങ പഠിപ്പിയാണെന്ന് കേൾക്കുമ്പോ ഈ ബയോളജി ക്ലാസ് കിടന്ന് ഈ ഒരു ഒറ്റ കാര്യം എന്റെ തലയിലോട്ട് വരുന്നു. പക്ഷേ ഞാൻ പഠിപ്പിയൊന്നുമല്ല. എനിക്ക് 10ാം ക്ലാസ്സിൽ 64-62% മാർക്കേ ഉണ്ടായിരുന്നു. മിക്കതും ഞാൻ പൈസ കൊടുത്താണ് അടുത്തടുത്ത അഡ്മിഷൻ മേടിച്ചിട്ടുള്ളത് തന്നെ, പഠിപ്പിന്റെ ഗുണം കൊണ്ട്. അല്ലാതെ ഞാൻ പഠിപ്പിക്കാൻ കാര്യങ്ങളൊന്നും അല്ല. അമ്മയൊക്കെ എന്താ പറയാറ്? ഇതാണ് കരിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ പോകുന്നൊക്കെ പറയുമ്പോൾ? അല്ല, ഇത് ഇവരെന്ന് പറയുമ്പോൾ ആ പഴയ തലമുറയുടെ ഇതല്ലേ, അപ്പൊ ഇവർക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി, ഈ കോണ്ടന്റ് ക്രിയേഷന്റെ ഗുണത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൈസ കിട്ടുന്നതിനെ പറ്റിയോ. ഇവർക്ക് ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷെ എൻ്റെ കാര്യത്തിലോട്ട് താല്പര്യം ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, പക്ഷെ എതിർപ്പുണ്ട്. പിന്നെ ഇതേ കണക്ക് എനിക്ക് ചെറിയൊരു ഫേസ്ലെസ്, ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫേസ് ഇല്ലാത്ത രീതിയിൽ കുറെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിട്ട് അതിന്റെ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന പോലെ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഹുക്സ് ഒക്കെ പഠിച്ചത്, എങ്ങനെ സ്റ്റാർട്ടിങ് ഇട്ടാലാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ അതിന്റെ കുറെ ഇട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് പ്രൊമോഷനും ഒക്കെ വന്ന് പൈസ കിട്ടി തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, ഓൺലൈനിൽ നിന്നും ഇതേ കണക്ക് പൈസ കിട്ടും. പിന്നെ അമ്മ അങ്ങനെ വലുതായിട്ട് ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇങ്ങനെ എൻ്റെ കാര്യം ഇതായി എന്നുള്ള രീതിയിൽ ഫോഴ്സില്ല. അമ്മയ്ക്ക് പിന്നെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഞാൻ രക്ഷപ്പെടും, എന്തൊക്കെ ചെയ്തിട്ടാണ് രക്ഷപ്പെടും എന്നുള്ളൊരു ഹോപ്പ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. 2023 തൊട്ട് ഉണ്ട് അമ്മയ്ക്ക് ആ ഒരു ഹോപ്പുണ്ട്. വിശ്വാസം ഉണ്ടായിരുന്നു. ഈ യാഥാരണ പയ്യൻ നാന്താന്ത പയ്യൻ എന്നുള്ള പാട്ടില്ലേ, അത് എത്ര നേരം പിടിച്ചു പാടാൻ വേണ്ടിട്ട്? അത് വലിയ നേരമൊന്നും എടുത്തില്ല. ഏറ്റവും ഈസി ആയിട്ട് ചെയ്തത് അതാണല്ലേ? അതും പിന്നെ ഹിപ്പോ അത് തന്നെ. അപ്പൊ അതിലിപ്പോ മറ്റേ ഹിപ്ഹോപ്പ് തമിഴയുടെ ലിറിക്സിന്റെ ഒരു ഋതല്ല സ്ലാങ് വേറെ തന്നെ ഒരു സ്ലാങ്. ചെന്നൈക്കാർക്ക് മാത്രമേ അത് പാടാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ സത്യമാണ്, ചെന്നൈക്കാരുടെ ഒരു വേറൊരു സ്ലാങ് ആണ്. ഞാൻ അവിടെ പഠിക്കാൻ പോയപ്പോഴേക്കും ചെന്നൈക്കാരുണ്ടായിരുന്നു, അപ്പൊ പ്രത്യേക സ്ലാങ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ സ്ലോ മോഷനെ ഇട്ട് പാടുന്നതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ പാടാൻ ശ്രമിക്കുന്നതുകൊണ്ട് അതെനിക്ക് ആര് സബ് കോൺഷ്യസ് ആയിട്ട് വരുന്നതാണത്. അല്ലാതെ ഞാനത് എന്തുവായിരുന്നു ഇതിന്റെ കൂടെ അതൊരു ഡിഫിക്കൽട്ടായിട്ട് എനിക്ക്. നമുക്കൊരു ഏത് പാട്ടാണെങ്കിലും അത് സ്ലോ മോഷൻ ഇട്ട് കേൾക്കാൻ നേരത്ത് നമ്മൾ അതിന്റെ കൂടെ പാടാൻ ശ്രമിക്കും. കുറെ നേരം പാടി നമുക്ക് അതങ്ങ് വരും. പിന്നെ അതിന്റെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മാത്രം മതി. യാതാണെന്ന് പയ്യൊന്ന് പാടാൻ പറ്റുമോ? യാതാണെന്ന പയ്യനെ അത് സത്യമായിട്ട് ഓർമ്മയില്ല. അത് ഇത്തിരി അത് ഈസിയാണ്, പക്ഷെ പെട്ടെന്ന് മറന്നു പോകുന്ന കണക്കത്തെ ഒരു ലിറിക്സ് ആണ്. അതെനിക്ക് ഓർമ്മയില്ല. ഈ ഇംഗ്ലീഷ് റാപ്പ് പാടുന്നത്, മലയാളം പാടുന്നത്, ഇംഗ്ലീഷ് റാപ്പ് പാടുന്നത്, തമിഴ് പാടുന്നത്, ഹിന്ദി പാടുന്ന റാപ്പൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ കൊറിയൻ റാപ്പ് പാടാം, അത് ട്രൈ ഔട്ട് ചെയ്യാം, ആ ഐഡിയ എവിടുന്നാ വന്നേ? ആ ഐഡിയ വന്നത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എല്ലാം ചലഞ്ച് ചെയ്യുന്നവരാണ്. അപ്പൊ അത് കണക്ക് ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നോക്കും ഇത് കണക്ക് ഇത് നമുക്ക് പറ്റോ ഇല്ലയോ നോക്കും. കേട്ടപ്പോ എനിക്ക് എന്റെ കിളി പോയി, വേറെ കാര്യം. പിന്നെ ഞാനത് അവോയ്ഡ് ചെയ്തു, കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത്. കാരണം നമുക്ക് കേൾക്കാൻ നേരത്തെ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് ഒരു സാമ്യം ഇല്ലാത്ത വേർഡ്, ദ്വഗി എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനം വരുന്നു. അപ്പം ഞാനതങ്ങ് അവോയ്ഡ് ചെയ്ത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ പിന്നെ എല്ലാ പാട്ടിന്റെ അടിയിൽ വന്നിട്ട് ഇതിന്റെ ഒരു പട തന്നെ വന്നിട്ട് ചുമ്മാ വന്നിട്ട് ഇത് ട്രൈ ചെയ്യുക, അത് ദേവിച്ചിത്ത എന്ന് പറയുന്ന ഒരു പാട്ട് ട്രൈ എന്ന് പറഞ്ഞ് പിന്നെ ഇൻബോക്സിലും വന്നിട്ട് കുറെ ചവറ് കണക്ക്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇതിന് ഇത്രയും ഫാൻസ് ഉണ്ട്, ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ. കൊറിയൻ റാപ്പ് കേൾക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ഉണ്ട്, പക്ഷെ ഫുള്ളും ഗേൾസ് ആണ്. ഗേൾസ് ഫുള്ള്. അതായത് കമന്റ് സെക്ഷനിൽ വന്നിട്ട് എനിക്ക് എങ്ങനെ പണി തരാമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവര് ഗ്രൂപ്പിലൊന്നും അല്ല, കമന്റ് വന്നിട്ട് അതെല്ലാം ഞാൻ കാണുന്നുണ്ട്.
അതായത് ബ്രോ ഈ പാട്ട് ട്രൈ ചെയ്യുമെന്നും പറഞ്ഞൊരു കമന്റ്. അതിന്റെ താഴെ വന്നിട്ട് ഞാൻ ഇത് ആലോചിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ അടുത്ത ആൾ. വേറെ ആള് വന്നിട്ട് പറഞ്ഞു ഈ പാട്ട് ഈസി അല്ലേ, നമുക്ക് മറ്റേ പാട്ട് കൊടുത്തൂടെ, ഇത് അതിന് ഇത്തിരി പാടുപെടും. ഇത് ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് ഒരു 48 കമന്റ് അതിന് താഴെ തന്നെ റിപ്ലൈ ഉണ്ട് ഫുള്ള്. അപ്പൊ വേറെ ആള് വന്നിട്ട് പറഞ്ഞു ഇത് വേണ്ട, ഇതിന് ഇത്ര സിലബസേ ഉള്ളൂ, മറ്റേതിന് ഇത്ര സിലബസ്. ഞാൻ സിലബസ് അങ്ങനെ കുറെ കണ്ട് ഞാൻ മൊത്തത്തിൽ വണ്ടടിച്ചു. പിന്നെ എനിക്ക് പിന്നെ ഇത് കുരു പൊട്ടി, ദൈവമേ എന്നാ പിന്നെ ഇത് ചെയ്തേ പറ്റത്ത്, എത്ര വില കൊടുത്താലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ കേൾക്കുന്നത് 0.4 ഇതാണ് ഞാൻ 0.1 2 വിട്ടാണ് ഇതിൽ നിന്ന് ഞാൻ തുടങ്ങിയത്. അങ്ങനെ അതപ്പം കേൾക്കാൻ എൻ്റെ ആ ഒരു ഇത് ആലോചിച്ച് നോക്കി, ഇത് ഇങ്ങനെ വരത്തുള്ളൂ പാട്ട്. അതും കേട്ടാണ് ഞാനത്. പക്ഷെ അതിപ്പോ ഇംഗ്ലീഷോ തമിഴോ ഹിന്ദിയൊക്കെ നമുക്ക് എഴുതിയെടുക്കാനെങ്കിലും വരും, അല്ലെങ്കിൽ നമുക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാനോ അത് കാണാൻ എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടാവും എന്താണ് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കൊറിയൻ പടങ്ങൾ കാണുമ്പോൾ പോലും മലയാളം ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിന്റെ ഒരു പരിധി വരെ മനസ്സിലാക്കുന്നത്. എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് അത് കിട്ടിക്കൊള്ളുന്ന നിർബന്ധമില്ലല്ലോ. ഇത് മാത്രമല്ല ഈ കൊറിയൻ എന്താ, മലയ് ഭാഷ ഏതാ, അല്ലെങ്കിൽ അവരുടെ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഇത് എന്താ അവർ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് മനസ്സിലാവും. സബ് ടൈറ്റിലുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അത് പിടികിട്ടുന്നത്. ഇതിന്റെ ഈ സ്ക്രിപ്റ്റ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എവിടുന്ന ഇത് എന്താ ഉദ്ദേശിക്കണെന്നൊക്കെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെ സൗണ്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കുക ചെയ്തത്? സൗണ്ട് ചെയ്യുന്ന മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പാട്ട് സ്ലോ റെഫറൻസ് വേണ്ട ഇതിന്. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരെ ഈ സാധനം റെക്കോർഡ് ചെയ്യുക, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇടുക, സ്പീഡ് കുറയ്ക്കുക, അതിന്റെ കൂടെ അത് എന്തോ പറയുന്നൊന്നും നോക്കത്തില്ല, അതിന്റെ കൂടെ ഞാനും വായനക്കുന്നത്, അതിന്റെ കൂടെ ലിറിക്സും കൂടെ നോക്കി ഓക്കെ. പക്ഷെ കൊറിയനിൽ മാത്രമേ ഉള്ളൂ ഇത്ര ഡിഫറെന്റ് ആയിട്ട്. അവനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നാണ്, പക്ഷെ അത് പറഞ്ഞു വരുമ്പം വേറെന്തോ ആയിട്ടേ വരത്തുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് അതിന്റെ കൂടെ ആദ്യത്തെ ഒരു 2-3 ലെറ്റർ കറക്റ്റ് ആയിട്ട് വരും, പിന്നെ അവസാനത്തെ ഒരു ഇത് വരാൻ നേരത്താണ് മനസ്സിലാകത്തില്ല. പിന്നെ ഞാൻ അത് കറക്റ്റ് അവർ പറയുന്ന രീതി എന്തോ ആണെന്ന് ഇങ്ങനെ ആലോചിച്ചെടുത്തിട്ട് അതിന്റെ കൂടെ അത് പറഞ്ഞെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ കൊറിയൻ റാപ്പിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കൊറിയൻ റാപ്പ് ഒന്ന് പിടിക്കാം. Bunakan modu kaca ji jinam itu kaca mama cakit ji ni kawane kita kok tamu don namu go ida umudo to jamaji gudam gudumo gash mini kici mi honda biko mi honda bika modana ni kikang ada mambo kata itu rocha ceha gopa. ശരിക്കും ആ റാപ്പ് കൊണ്ട് ശരിക്കും എന്താ ഉദ്ദേശിച്ചതെന്നോ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല. സത്യമായിട്ടൊന്നും അറിയത്തില്ല. എങ്ങനെ ഈ കോണ്ടന്റ് ക്രിയേഷൻ, അതിന്റെ മൊത്തത്തിലുള്ള ഷൂട്ടിങ്, അതിന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയാന്ന് പറഞ്ഞത്? ഇതിന്റെ ഷൂട്ടിങ് മനസ്സിലായില്ലേ? ഈ ഓരോ കോണ്ടന്റും ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇരുന്നിട്ടാണോ, എങ്ങനെയാണ് അതിന്റെ മൊത്തത്തിലുള്ള ഷൂട്ടിംഗ് പ്രോസസ് ഒക്കെ? അതെ, ഇവിടെ തന്നെ ഇരുന്നിട്ടാണ്, ഈ മുറി തന്നെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഈ വെളിയിൽ നിന്ന് വരുന്ന ആ സൺലൈറ്റിന്റെ ഇതും അത് ഈ ഗ്ലാസിന്റെ പ്രത്യേകത കൊണ്ടാണ്. അകത്ത് മറ്റേ വാമായിട്ടുള്ള രീതിയിൽ വരത്തില്ല, ഒരു പ്രത്യേക രീതിയിൽ ഒരു വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ അതും പിന്നെ iOS-ന്റെ ക്യാമറയും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ അത് വെച്ചാണ് ചെയ്യുന്നത്. വേറെ